നമസ്കാരം പ്രേക്ഷകരെ, തമിഴ്നാട്ടിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളിലേക്ക് നമ്മൾ പോവുകയാണ്. വിജയുടെ വീടിന് ചുറ്റും സെക്യൂരിറ്റിയാണ്. ആരാധകർ ആവേശത്തോടുകൂടി, ഇനിയിപ്പോൾ നമ്മൾ ആരാധകരൊന്നും വിളിക്കരുത്, തമിഴ്നാട് ജനത. ഇത്രയും നാളും വിജയുടെ സമ്മേളനങ്ങളിൽ വന്നുകൊണ്ടിരുന്നത് വിജയ് ആരാധകരാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ അല്ല എന്നിപ്പോൾ ബാലറ്റ് വെട്ടി തുറന്നപ്പോഴേക്കും മനസ്സിലായി ഇവരെല്ലാം തമിഴ്നാട് ജനതയാണ്, വിജയെ സ്നേഹിക്കുന്നവരാണ് എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാക്കുന്നു. TVKക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് വിജയുടെ വീടിന് ചുറ്റും സെക്യൂരിറ്റികൾ നിർത്തിയിരിക്കുകയാണ്. ആരാധകരുടെ ആവേശം കാരണം വീട്ടിലേക്ക് തള്ളിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വിജയ് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ റിസോർട്ട് ബുക്ക് ചെയ്തെടുത്ത് TVKയിൽ ജയിച്ചു വരുന്ന നേതാക്കളെ മുഴുവൻ റിസോർട്ടിലേക്ക് പാർപ്പിക്കാനുള്ള നടപടികളിലേക്ക് TVK നീങ്ങുകയാണ്. കാരണം DMKയുടെ കഴുകൻ കണ്ണുകൾ അവരുടെ മേൽ പതിച്ചുകൊണ്ട് അവരെ തിരിച്ചു വിളിക്കാനുള്ള പരിപാടിയിലേക്ക് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് TVKയുടെ ഒപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജയ് ആ റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ADMKയുമായിട്ട് സഖ്യകക്ഷിയായിട്ട് ചേർന്നുകൊണ്ട് വിജയ്ക്ക് വേണമെങ്കിൽ ഭരിക്കാം. പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, വിജയ്ക്ക് ഈ സഖ്യകക്ഷിയും ഭരണമൊന്നും പറ്റുന്ന പരിപാടിയല്ല. കാരണം വിജയ്ക്ക് താല്പര്യമില്ല. വിജയ് ആദ്യം തൊട്ട് വിശ്വസിച്ചിരുന്ന ഒരു കാര്യം സ്ട്രെങ്ത്തിലാണ്. BJPയുമായിട്ട് ഒരു അലയൻസ് വെക്കാനുള്ള രീതിയിൽ വന്നു, കോൺഗ്രസുമായിട്ട് അലയൻസ് വെക്കാനുള്ള രീതിയിൽ വന്നു. അവരോടൊക്കെ നോ പറഞ്ഞിട്ടാണ് വിജയ് സ്വന്തമായിട്ട് TVK ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലീഗാണ്. നമ്മൾക്ക് ഇവിടുന്ന് പറയാൻ പറ്റും, അതൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇപ്പൊ ആലോചിച്ച് ചോദിക്കുക, ഒറ്റയ്ക്ക് ആ മനുഷ്യൻ ഒരു പാർട്ടിയെ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ ഇലക്ട്രിഫൈങ് രോമാഞ്ചം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് ഈ കാര്യത്തിലേക്ക് വരാം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിജയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് ആലോചിക്കുക. ഇന്ന് അയാൾ എത്തി നിൽക്കുന്നത് തമിഴ്നാട് CM കസേരയുടെ തൊട്ടടുത്താണ്. ആ കസേരയുടെ തൊട്ടടുത്തേക്കുമ്പോൾ അയാൾ എന്തൊക്കെ അഭിമുഖീകരിച്ചു. കരൂർ ദുരന്തം, അയാൾ പോലും അറിയാതെ വന്നു പോയൊരു ദുരന്തം, 41 പേരുടെ മരണം. അതിനെ ഒരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല. 41 പേരുടെ ജീവനാണ് പോലും. പക്ഷേ വിജയ്ക്കൊന്നും ചെയ്യാനില്ല. അതിൻ്റെ പേരിൽ CBI എൻക്വയറി വരുന്നു. അതിനിടയിൽ സംഗീതയുമായിട്ടുള്ള ഡിവോഴ്സിന്റെ കേസ് വരുന്നു. അത് ഉൾപ്പെടെ വിജയ് പറയുന്നുണ്ട് ഇതൊക്കെ ആരുടെ കളിയാണെന്നുള്ളത് അറിയാമെന്ന് പറയുന്നത് ഒബ്വിയസ്ലി DMKക്കെതിരെ തന്നെയാണ്. അതിനിടയിൽ കമൽഹാസൻ, രജനീകാന്ത് ഉൾപ്പെടെയുള്ള താരങ്ങൾ DMKക്ക് വേണ്ടി വാദിക്കുകയും TVKക്കെതിരെ ശക്തമായി സംസാരിക്കുകയും ചെയ്യുന്നൊരു ഘട്ടവും കൂടി ഉണ്ടായിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ TVKക്ക് ഒറ്റയ്ക്ക് എത്ര പാർട്ടിയുമായിട്ട് അലയൻസ് വെച്ചിട്ട് അവരോടൊക്കെ നോ പറയാന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയേ അല്ല. വേറെ ആരുണ്ട് TVKക്ക് വേണ്ടിയിട്ട്? ഒരാളില്ല. എല്ലാം ആ ബ്രാൻഡ് ജോസഫ് വിജയ് എന്ന ബ്രാൻഡിൽ മാത്രമാണ് നിൽക്കുന്നത്. അയാൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളൊന്നും ആലോചിച്ച്, കരൂർ ദുരന്തം, അത് കഴിഞ്ഞ് തഞ്ചാവൂരിലെ പ്രശ്നം, 2 മരണം, 6 പേർക്ക് പരിക്ക് പറ്റിയ സമ്മേളനം ഉണ്ടായിരുന്നു. കന്യാകുമാരിയിൽ ഫ്ലവർ ബോംബ് ഉൾപ്പെടെ നമ്മൾ ട്രോൾ ചെയ്തതാണ്. അത് തമാശ രൂപയിൽ ട്രോൾ ചെയ്തു. പക്ഷെ അതുൾപ്പെടെ വളരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് ഉൾപ്പെടെ മാറി. എന്തൊക്കെ ചുറ്റും സംഭവിച്ചു എന്ന് ആലോചിക്കുക. സിനിമ വിടുന്നു എന്നുള്ള രീതിയിൽ ജനനായകന്റെ പ്രിന്റ് ഓൺലൈനിൽ ലീക്ക് ചെയ്യുന്ന അവസ്ഥ. അവസാനത്തെ സിനിമയാണ്, ഫാൻസ് മുഴുവൻ ഒരുമിച്ചിരുന്ന് സന്തോഷിച്ച്. എന്തായാലും വിജയുടെ അവസാനത്തെ സിനിമയാണ്, മുഖ്യമന്ത്രിയായി കഴിഞ്ഞ ഇനി പിന്നെ വിജയെ സംബന്ധിച്ചിടത്തോളം 1 വർഷമൊക്കെയാണ് ഒരു സിനിമയുടെ ഷൂട്ട്. അതൊന്നും നടപടിയാവില്ല. സോ വിജയ് ഈസ് ക്വിറ്റിംഗ് സിനിമ കരിയർ, അത് ഉറപ്പിച്ചിരിക്കുന്നു. കാരണം വിജയിന് മുഖ്യമന്ത്രിയാവാൻ പോവാണല്ലോ. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഇനി അഭിനയിക്കൊന്നും സമയം കിട്ടത്തില്ല. ആ രീതിയിലേക്ക് പോകുമ്പോഴേക്കും അങ്ങനെ ഞാൻ പറഞ്ഞത് എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് വിജയ് പോയത് എന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. കരൂർ ദുരന്തം, തഞ്ചാവൂർ പ്രശ്നം, CBI എൻക്വയറി, മറ്റേ തൃശ്ശയുമായിട്ടുള്ള അവിഹിത ബന്ധം എന്നുള്ള ഇത്, ഡിവോഴ്സ് പെറ്റീഷൻ, അതിന്റെ കൂട്ടത്തിൽ ജനനായകന്റെ പ്രശ്നം. ഒരു മനുഷ്യ കേസിൽ 6 മാസത്തിനിടയിൽ സംഭവിച്ച കാര്യങ്ങളായി പറയുന്നത്. ഇതിലൊന്നും തളരാതെ മുന്നോട്ട് വന്ന് ജനങ്ങളോട് സംവദിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്നത് ചെറിയ പരിപാടിയല്ല. അതിലൂടെയാണ് വിജയ് ഇപ്പോൾ പോകുന്നത്. എന്തൊക്കെ ചുറ്റുപാടും ഉണ്ടായിട്ടുള്ളതെന്ന് ആലോചിക്കുക. ഇപ്പോൾ MLA-മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയാവാൻ പോവുകയാണ് ജോസഫ് വിജയ്. ഇതൊക്കെ ബയോപിക് ആവണമെന്നാണ് ഞാൻ പറയുന്നത്. വിജയുടെ കരിയർ അല്ലെങ്കിൽ വിജയുടെ ജീവിതം ഡിസേർവ്സ് ടു ബി എ ബയോപിക്. ഇറ്റ് ഡിസേർവ്സ് ടു ബി എ ബയോപിക്. അത് വിജയ് ആയതുകൊണ്ട് ഞാൻ പറയണല്ല, അയാളുടെ ലൈഫിൽ പൊയ്ക്കൊണ്ടിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതൊരു സിനിമയാക്കി വരണം എന്നുള്ളത് ഞാൻ ഭയങ്കരമായി ആഗ്രഹിക്കുന്നു. അത് വിജയ് തന്നെ അഭിനയിക്കുക, അഭിനയിച്ചാലും ആ കഥ സിനിമയാവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കൊള്ളാം, അതൊരു കിടിലൻ കഥയാട്ടോ, അതൊരു വല്ലാത്തൊരു കഥയാണ്. ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. സോ ഇതൊക്കെയാണ് നമ്മൾ നിലവിൽ തമിഴ്നാട്ടിൽ അപ്ഡേറ്റ്. റിസോർട്ട് ബുക്ക് ചെയ്തേക്കാണ് വിജയ്. MLAs-നെ എല്ലാം കൂടെ അങ്ങോട്ട് പാർപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയമായിട്ടുള്ള പല സാഹചര്യങ്ങളും തമിഴ്നാട്ടിൽ നടക്കും, പല ട്വിസ്റ്റുകളും നടക്കും. ഓരോ മണിക്കൂറുകൾ എണ്ണിയിരുന്നോ പ്രേക്ഷകരെ. കൃത്യമായ അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ പിന്നെ വരാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.